യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ദൈവമക്കളായ ഓരോരുത്തർക്കും ദൈവം നൽകുന്ന അതിശക്തമായ ഒരു ദൂതനെക്കുറിച്ചാണ് നാം ശ്രവിക്കാൻ പോകുന്നത്. നീ ഭയപ്പെടരുത്. ഭയം വലിയൊരു തിന്മയാണ്. ഭയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വം വെളിപ്പെടാൻ ദൈവമക്കളിൽ തടസ്സമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഭയം. അതുകൊണ്ട് ദൈവമക്കളോട് എപ്പോഴും ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്: നീ ഭയപ്പെടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് കാസർഗോഡ് എന്നൊരു സഹോദരി ഈ ധ്യാനകേന്ദ്രത്തിൽ കുടുംബം ഒന്നിച്ച് ധ്യാനിക്കാൻ വന്നു. ആ സഹോദരി ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം അച്ഛനെ കാണാൻ വേണ്ടി അച്ഛന്റെ മുറിയിലേക്ക് വന്നു. ആ സഹോദരിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ വലിയ ഭയവും ഉത്കണ്ഠയും വലിയ ഭാരവും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ ഉദരത്തിൽ അതികഠിനമായ വേദനയുണ്ട്. ഇവിടെ വന്നതിന് ശേഷം വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മംഗലാപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രസിദ്ധനായ ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് രോഗത്തിൽ എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും വേദനയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ മംഗലാപുരത്ത് അഡ്മിറ്റ് ആകണം. ഉടനെ തന്നെ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അത് ഭീഷണിയായിരിക്കും. ഈ സംഭവം ഇങ്ങനെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സാഹചര്യത്തിലാണ് ആ സഹോദരി കാസർഗോഡ് നിന്ന് ഞാൻ കർത്താവിന്റെ വചനം കേൾക്കുമെന്ന് പറഞ്ഞ്, എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാൻ വന്നത്. ധ്യാനത്തിന്റെ ആദ്യ ദിവസം കഴിഞ്ഞു. 2ാം ദിവസം ആയപ്പോഴേക്കും ഉദരത്തിൽ വേദന ആരംഭിച്ചു. ആ സഹോദരിക്ക് വലിയ ഭയമുണ്ടായി. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഉദരത്തിൽ എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഇനി ഉണ്ടായാൽ ഉടനെ തന്നെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്നാണ്. എനിക്ക് വലിയ പേടിയാവുന്നു. ആ സഹോദരി കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദിനങ്ങളിൽ ആ സഹോദരി കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച്, കർത്താവിന് നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സഹോദരിയിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയം എടുത്തു മാറ്റി, ഭയവും ഉത്കണ്ഠയും എടുത്തു മാറ്റി. ആ സഹോദരി ആ ധ്യാനത്തിൽ മനസ്സ് തുറന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ധ്യാനത്തിന്റെ സമാപനമായപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ രോഗപീഠകളുടെ കെട്ടുകൾ വെച്ച് കർത്താവ് ആ സഹോദരിയെ വിടുവിച്ച്, അതിനുശേഷം ആ സഹോദരി തിരിച്ച് നാട്ടിൽ ചെന്നു. മംഗലാപുരത്ത് നിന്ന് ഡോക്ടറെ കണ്ട് വീണ്ടും പരിശോധിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു, ഉദരത്തിലുണ്ടായിരുന്ന മുഴകളെല്ലാം ചുങ്ങിപ്പോയി, ഇനി മരുന്ന് കഴിക്കണ്ട, ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരാവശ്യമില്ല, ഉദരത്തിലെ മുഴകളെല്ലാം ചുങ്ങിപ്പോയി. ക്യാൻസറസ് ആയിരുന്ന മുഴകൾ പോലും സൗഖ്യപ്പെടുത്തുന്ന തരമുള്ള ദൈവത്തിന്റെ ഇടപെടലുകളാണ് ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായത്. ഭയം എടുത്തു മാറ്റിയപ്പോൾ ആ ഭയത്തിനോടനുബന്ധിച്ച് കിടന്ന രോഗപീഠകളുടെ കെട്ടുകളും കർത്താവ് അഴിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ടൊരു തിന്മയാണ് ഭയം എന്ന് പറയുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായം, അവിടെ വളരെ ദൈവീക നാമത്തിന്റെ ശക്തിയിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ കാണാം. അദ്ദേഹത്തിന്റെ പേരാണ് ഹെസക്കിയ രാജാവ്. ഹെസക്കിയ രാജാവ് ദൈവത്തിന്റെ ശക്തിയിൽ ധൈര്യപ്പെട്ട ഒരു ദൈവ പൈതലാണ്. ഹെസക്കിയ രാജാവിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടായി. അന്നത്തെ ലോക സാമ്രാജ്യ ശക്തിയായിരുന്ന അസീറിയൻ സാമ്രാജ്യത്തിന്റെ അധിപൻ സെന്നാകെരീബ് ചക്രവർത്തി ലക്ഷക്കണക്കിന് സൈന്യവുമായി ഹെസക്കിയ രാജാവിനും രാജ്യത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി കോപ്പുകൂട്ടി സന്നാഹം ഒരുക്കി വന്നു. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടുനിന്ന ഉപരോധത്തിൽ ഈ രാജ്യം വളരെ ഞെരുങ്ങി. അപ്പോഴും ഹെസക്കിയ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കും. ജനങ്ങളെ ധൈര്യമായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ ദൈവ വിചാരമില്ലാതിരുന്ന, ദൈവനാമത്തെക്കുറിച്ച് പരിചയമില്ലാതിരുന്ന ഹെസക്കിയായും അവന്റെ ദൂതന്മാരും ജനങ്ങളെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചു: ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്റെ കരങ്ങളിൽ നിന്ന് ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഹെസക്കിയ രാജാവിന്റെ ഉപദേശത്തെയും ഹെസക്കിയ രാജാവിന്റെ ധൈര്യത്തെയും ഹെസക്കിയ രാജാവ് ജനത്തിന് പകർന്നു കൊടുത്ത ആത്മധൈര്യത്തെയും സെന്നാകെരീബും അവന്റെ ദൂതന്മാര് പരിഹസിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്കിലും ഹെസക്കിയ നിരാശനായില്ല. ഹെസക്കിയ വീണ്ടും ദൈവനാമത്തിൽ ദൈവജനത്തെ സ്ഥൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, മക്കളെ ധൈര്യമായിരിക്കുക, ദൈവം രക്ഷിക്കും, ദൈവം സംരക്ഷണം തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ടു.
സെന്നാകരീബിന്റെ അഹന്ത കൊടിമുടിയിലെത്തിയപ്പോൾ സെന്നാകരീബിന്റെ അഹന്ത വർദ്ധിച്ച് സെന്നാകരീബിന്റെ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ദൈവം ഇടപെട്ടു. ആ രാത്രി ദൈവത്തിന്റെ ദൂതൻ സെന്നാകരീബിന്റെ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പട്ടാളക്കാരെ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ വധിച്ച് നിലത്തിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 36 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പട്ടാളക്കാരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസീറിയ രാജാവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അവന്റെ അഹന്തയ്ക്ക് അറുതി വന്നു. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 7:24 പഠിപ്പിക്കുന്നു, ഞാൻ അഹങ്കാരികളുടെ അഹന്തയ്ക്ക് അറുതി വരുത്തും. യെശയ്യാ 35-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. യെശയ്യാ 35:4 ദൈവം ദൈവമക്കൾക്ക് നൽകുന്ന അതിശക്തമായ ഉറപ്പാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 109-ാം സങ്കീർത്തനത്തിൽ 31-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, മരണത്തിന് വിധിക്കപ്പെട്ട അഗതിയുടെ വലതുവശത്ത് അവന്റെ ജീവനെ രക്ഷിക്കാൻ ഞാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവം ആ രാത്രി അസീറിയൻ പാളയത്തിലേക്ക് ഇറങ്ങി. എസെക്കിയായ്ക്കും അവന്റെ രാജ്യത്തിനും സംരക്ഷണം കൊടുക്കാൻ ശക്തന്മാരുടെ അഹന്തയ്ക്ക് അറുതി വരുത്തുന്ന ദൈവം ആ രാത്രി സെന്നാകരീബിന്റെ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പട്ടാളക്കാരെ ദൂതൻ വധിച്ചു. പിറ്റേ ദിവസം അസീറിയൻ ചക്രവർത്തിയായിരുന്ന സെന്നാകരീബ് രാജാവ് തലകുനിച്ച് കുമ്പിട്ട് നിശബ്ദനായി അപമാനിതനായി സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയി. അവൻ സ്വന്തം രാജ്യമായ അസീറിയയിൽ ചെന്നു. സ്വന്തം തലസ്ഥാനമായ നിനവയിലേക്ക് പോയി. നിനവയിൽ സ്വന്തം ക്ഷേത്രത്തിൽ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവന്റെ പുത്രന്മാരായ അദ്രാമലേക്ക്, ഷരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് അവനെ കുത്തിപ്പിളർന്നു. അങ്ങനെ അവന്റെ അന്ത്യശ്വാസം വലിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ഹെസക്കിയ, ദൈവത്തിന്റെ ശക്തിയിൽ ധൈര്യപ്പെടുന്ന യൂദയ രാജ്യം, അത് ലോകദൃഷ്ടിയിൽ നിസ്സാരമായിരുന്നിരിക്കാം, അത് ലോകദൃഷ്ടിയിൽ ദുർബലമായിരുന്നിരിക്കാം. എങ്കിലും അവർ ബലമുള്ള ഒരു നാമത്തിൽ ധൈര്യപ്പെട്ട് നിന്നു. അവർ ബലമുള്ള ദൈവത്തിൽ ധൈര്യപ്പെട്ട് നിന്നു. അതിനാൽ ബലമുള്ള ദൈവം അവരെ ശക്തിപ്പെടുത്തുകയും അവരെ വിടുവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് ദൈവം അവരെ രക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. ദൈവം തന്റെ വാക്ക് പ്രകാരം, തന്റെ വാഗ്ദത്ത പ്രകാരം അവരെ രക്ഷിച്ചു. എന്റെയും നിങ്ങളുടെയും ഭയം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടാനുള്ള തടസ്സമാണ്. ഭയപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെട്ട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാസർഗോഡ് നിന്ന് വന്ന സഹോദരി ഭയം വിട്ട് ദൈവശക്തിയിൽ ബലപ്പെട്ടപ്പോൾ ആ സഹോദരിക്ക് ഡോക്ടർമാർ ഓപ്പറേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ഉദരരോഗം, ഉദര സംബന്ധമായ രോഗം, ഉദരത്തിലുള്ള മുഴകൾ ചുങ്ങിപ്പോവുകയും ആ മകൾ എന്നേക്കുമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനം എങ്ങനെയാണ്? ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുവിൻ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം 8-ാം വാക്യം, പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. സുഭാഷിതങ്ങൾ 29-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നത് കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടരുത്, ശത്രുവിനെ ഭയപ്പെടരുത്, എതിരാളിയെ ഭയപ്പെടരുത്, മനഃപൂർവ്വം സംഘം ചേരുന്നവരെ ഭയപ്പെടരുത്. നിങ്ങൾക്കെതിരെ കുനിഷ്ഠ ആലോചിക്കുകയും നിങ്ങൾക്കെതിരെ കെണികൾ ഒരുക്കുകയും ഗൂഢതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ദുഷ്ട സംഘങ്ങളെ, ദൈവമക്കളെ, നിങ്ങൾ മനസ്സുകൊണ്ട് ഭയപ്പെടരുത്. ദൈവത്തിന്റെ വചനം യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായം 7-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, ന്യായം അറിയുന്നവരും എന്റെ നാമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ എന്റെ ജനമേ, എന്റെ വാക്ക് കേൾക്കുവിൻ.
മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളിൽ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങൾ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടരുത്, നിങ്ങൾ അവരുടെ ശകാരങ്ങളിൽ പരിഭ്രമിക്കരുത്. ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 51 അധ്യായത്തിൽ 12-13 വാക്കുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കും. മനുഷ്യന്റെ സന്തതിയെയും തൃണസദൃശനായ മനുഷ്യനെയും നീ എന്തിനു ഭയപ്പെടണം? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ നീ മറന്നു കളഞ്ഞോ? നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെ നീ നിരന്തരം ഭയപ്പെടുന്ന എന്തിന്? പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. അവൻ നിന്നെ നശിപ്പിക്കാൻ വരുന്നൊരു പീഡകനാകട്ടെ, അവൻ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി സംഘം കൂടിയിരിക്കുന്ന ദുഷ്ടസംഘമാകട്ടെ, നീ മനുഷ്യനെ ഭയപ്പെടരുത്. നിന്റെ സൃഷ്ടാവിനെ മറക്കാതെ നിന്റെ സൃഷ്ടാവിൽ നീ ബലപ്പെട്ടാൽ നിനക്കെതിരെ വരുന്നവരെ ദുർബലപ്പെടുത്താൻ നിന്റെ സൃഷ്ടാവായ ദൈവത്തിന് കഴിയും. മരണത്തിന് വിധിക്കുന്ന അഗതിയെ സംരക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് നിൽക്കുന്നവനെ ദൈവം തന്നെ ഇത് അരുളി ചെയ്തിരിക്കുന്നു. വചനത്തിൽ ദൈവമക്കളോട് പഠിപ്പിക്കുകയാണ്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. പലർക്കും രോഗത്തെ ഭയമാണ്, ചിലർക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഭയമാണ്. പരീക്ഷയെ ഭയപ്പെടുന്ന കുട്ടികളുണ്ട്, സാമ്പത്തിക കടബാധ്യത ഞെരുങ്ങുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട്, ജീവിതത്തിന്റെ തകർച്ച കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ശക്തി ദൈവമക്കൾക്ക് അനുകൂലമായി വെളിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയം. അപ്പോസ്തല പ്രവർത്തനം 27 അധ്യായത്തിലേക്ക് വരാം. അവിടെ പൗലോസ് അപ്പോസ്തലനെ ശതാധിപൻ റോമാപുരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. റോമായിലേക്ക് പൗലോസ് അപ്പോസ്തലനെ കൊണ്ടുപോകുന്ന കപ്പൽ വലിയ കപ്പൽ അപകടത്തിൽ കടൽക്ഷോഭത്തിൽപ്പെട്ടു. കടലിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായി. ആ കടൽക്ഷോഭത്തിൽ കപ്പൽ തകർന്നു തരിപ്പണമായി. 27 അധ്യായം 20 വാക്യത്തിൽ ആ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ കൈവെടിഞ്ഞു. കപ്പൽ തകർന്നു തരിപ്പണമായി. കപ്പലിലുണ്ടായിരുന്ന വസ്തുവകളെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉപജീവനത്തിനുള്ള വക പോലും കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കപ്പൽ പൊട്ടി തകരുമെന്ന ഘട്ടത്തിലെത്തി. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവദൂതനിലൂടെ നൽകിയ അതിശക്തമായൊരു ദൂത് അപ്പോസ്തല പ്രവർത്തനം 27-24 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണത് വായിക്കുന്നത്, പൗലോസ് നീ ഭയപ്പെടണ്ട, പൗലോസ് നീ ഭയപ്പെടണ്ട. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരുപക്ഷെ നിന്റെ ജീവിതം പൊട്ടിത്തകർന്ന ജീവിതയാനമായിരിക്കാം. നീ ആശ്രയം വെച്ചിരുന്ന നിന്റെ കപ്പല് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിന്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിന്റെ കൃഷിയിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. നിന്റെ കൃഷിയിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. പൗലോസ് യാത്ര ചെയ്ത കപ്പൽ പൊട്ടിത്തകർന്ന് എല്ലാം നശിച്ച് അടിത്തറ തകർന്ന അവസ്ഥയിൽ നിന്നപ്പോൾ പൗലോസിനോട് ദൈവം ഇടപെട്ട് പറഞ്ഞു, പൗലോസ് നീ ഭയപ്പെടരുത്, പൗലോസ് നീ ഭയപ്പെടരുത്. ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ നടുവിൽ നിൽക്കുന്ന ദുഃഖത്തിൽ, രോഗത്തിൽ, കടബാധ്യതയിൽ, ഞെരുക്കത്തിൽ, ശത്രുപീഡയിൽ, മറ്റുള്ള ഉപദ്രവങ്ങളാൽ, അപവാദങ്ങളാൽ തകർന്നാടി വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ നടുവിലായിരിക്കാം നീ നിൽക്കുന്നത്. ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ഈ തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ദൈവത്തിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് 37 സങ്കീർത്തനത്തിലെ വചനം ഓർമ്മിക്കുക, പരിഭ്രമിച്ചാൽ അത് തിന്മയിലേക്ക് മാത്രമേ നിന്നെ കൊണ്ടുപോവുകയുള്ളൂ. പരിഭ്രമിച്ചാൽ അത് തിന്മയിലേക്ക് മാത്രമേ നിന്നെ കൊണ്ടുപോവുകയുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10 അധ്യായം 24 വാക്യം, ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും, ദുഷ്ടൻ ഭയപ്പെടുന്നത് അവന് വന്നുകൂടുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഏത് കാര്യത്തിൽ, ഏത് മേഖലയിലാണോ ഭയത്തിന്റെ സ്വാധീനം, ഭയത്തിന്റെ അരൂപി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത്, ഈ നിമിഷങ്ങളിൽ മനസ്സ് തുറന്നാൽ, ദൈവത്തെ വിളിച്ചാൽ, ഭയത്തിന്റെ ദുഷ്ടാരൂപി നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാശ്വാസത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ധൈര്യത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്, വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര
സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയമുള്ളവരിൽ നിന്ന് ഭയത്തിന്റെ അരിവ് വിട്ടുപോകട്ടെ, ഉത്കണ്ഠയുള്ളവരിൽ നിന്ന് ഉത്കണ്ഠയുടെ ആത്മാവ് വിട്ടുപോകട്ടെ, സ്ഥൈര്യത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ കുടുംബങ്ങളിൽ പ്രവർത്തിക്കട്ടെ, ജീവിതങ്ങളിൽ പ്രവർത്തിക്കട്ടെ. മുന്നിൽ ജീവിതത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തകർച്ചയെ കണ്ട് ദുർബലമായി കലങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. കലങ്ങിയിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ട് ഈ പ്രാർത്ഥനയിൽ കൂടുന്ന ഓരോ മകനെ സ്പർശിക്കണമേ. ഭയത്തിന്റെ അരൂപികളാൽ പീഡിപ്പിക്കപ്പെടുന്നവരെന്ന് ഭയത്തിന്റെ ദുഷ്ടസംഘങ്ങളെ, ഭയത്തിന്റെ അരൂപികൾ ഇപ്പോൾ നിർവീര്യമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തിന്റെ പീഡകളും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ക്യാൻസർ രോഗത്തെ ഓർത്തുള്ള ഭയം, പലതരത്തിലുള്ള കടബാധ്യത നിമിത്തമുള്ള ഭയങ്ങൾ, പലതരത്തിലുള്ള ദുഃഖപീഡകൾ കർത്താവിന്റെ ദൈവമക്കളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത സർവശക്തനായ ദൈവം ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ സർവശക്തന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ ബലമുള്ളവൻ, അത്ഭുതകരമായ ശക്തിയുള്ളവൻ, തന്റെ മഹത്വപൂർണമായ വലതുഭുജത്തിന്റെ ബലം മോശയ്ക്ക് പകർന്നു കൊടുത്തവൻ, സകല ജനത്തിന്റെ മേലും ശക്തി പകരുന്ന സമയമാണ്. ദാവീദിന് തന്റെ ശക്തി പകർന്നു കൊടുത്തവൻ, മോശയ്ക്ക് തന്റെ ശക്തി പകർന്നു കൊടുത്തവൻ, തന്റെ ശക്തിക്ക് സദൃശമായ ശക്തി തന്റെ മക്കൾക്കായി പകർന്നു കൊടുക്കുന്നവൻ ഇതാ ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണിത്. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. ഇപ്പോൾ ഭയത്തിലിരിക്കുന്നവർ, ഇപ്പോൾ രോഗത്തിലിരിക്കുന്നവർ, ഇപ്പോൾ കഷ്ടത്തിലിരിക്കുന്നവർ, ഇപ്പോൾ തകർച്ചയിലിരിക്കുന്നവർ, ഇപ്പോൾ ശത്രുപീഡകളിലിരിക്കുന്നവർ, ഇപ്പോൾ പീഡകരുടെ ക്രോധത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ വലിയ മനപ്രയാസങ്ങളിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിന്റെ നാമത്തിൽ, ബലമുള്ള കർത്താവിന്റെ നാമത്തിൽ, ബലമുള്ള സർവശക്തന്റെ നാമത്തിൽ ഇപ്പോൾ ബലഹീനർ ബലം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ ദുർബലരായ ദൈവമക്കൾ തങ്ങളുടെ ബലമില്ലാത്ത കൈകളെയും ദുർബലമായ കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്താൻ കർത്താവ് ഇടപെടുന്ന സമയമാണ്. കരങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്കലേക്ക് ഉയരട്ടെ, വിശ്വാസത്തോടെ ഉയരട്ടെ. വിശ്വസിക്കുന്നവർക്ക് ഇത് സൗഖ്യത്തിന്റെ സമയമാണ്, വിശ്വസിക്കുന്നവർക്ക് ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. എല്ലാ ദൈവമക്കളും ഇപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കരങ്ങൾ യേശുക്രിസ്തുവിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ അവന്റെ നാമത്തെ വിളിക്കുന്നു. നമുക്കായി കുരിശിൽ മരിച്ചവൻ, നമുക്കായി ബലം പകരാൻ ഉയർത്തെഴുന്നേറ്റവൻ, ഇന്നും ജീവിക്കുന്നവൻ ഇതാ ഇപ്പോൾ നാം സമ്മേളിച്ചിരിക്കുന്ന, നാം ഇരിക്കുന്ന ഓരോ ഭവനങ്ങളിലും ഓരോ മുറികളിലും കടന്നു വരുന്നു. രോഗികൾ കടക്കുന്ന കട്ടിലിന്റെ അരികിലേക്ക് അവൻ കടന്നു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകനെ, മകളെ, വിശ്വാസത്തോടെ അവന്റെ നാമം വിളിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുന്നു. ബലപ്പെടുത്തുന്നവൻ, സൗഖ്യപ്പെടുത്തുന്നവൻ, സുഖപ്പെടുത്തുന്നവൻ, ഉയർപ്പിക്കുന്നവൻ, ശക്തി നൽകുന്നവൻ യേശു ഇതാ സ്പർശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, ദുർബലരെ ഇപ്പോൾ തൊടണമേ, രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ, കടബാധ്യതയോർത്ത് ഭയപ്പെട്ടിരിക്കുന്നവരെ ശക്തിപ്പെടുത്തി ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ജീവിതങ്ങളെ, തകർന്ന കുടുംബങ്ങളെ, തകർച്ചയുടെ ദുഃഖത്തിലും തകർച്ചയുടെ ഭയത്തിലിരിക്കുന്നവരെ ഇപ്പോൾ പുനർജീവിപ്പിക്കണമേ, ഉയർപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുമേഷ്. വീട് പാലായിലാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് തൊണ്ടയിലെ വോക്കൽ കോഡിന് പ്രശ്നമുണ്ടായിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് കുറവില്ലാത്തതിനെ തുടർന്ന് കോട്ടയത്തെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇവിടെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ തൊണ്ടയിൽ തൊട്ട് സൗഖ്യം തന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 വർഷമായിട്ട് തൊണ്ടയ്ക്കുണ്ടായിരുന്ന അസ്വസ്ഥതകള് സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിൽ വെച്ച് കർത്താവ് പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തി. കരമടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ആന്റണി. കാസർഗോഡ് ജില്ലയിൽ മേരിപുരം ഇടവകയിൽ നിന്നാണ് വന്നത്. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് എൻ്റെ വയറിൻ്റെ ഇടതുഭാഗത്ത് ഒരു മുഴയുണ്ടായിരുന്നു. കുറേ ചികിത്സകൾ ചെയ്തിരുന്നു. അതിനുശേഷം ഡോക്ടർ തന്നെ വിദഗ്ധമായ ചെക്കപ്പിനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഞാൻ 30-ാം തീയതി തുടങ്ങുന്ന ധ്യാനത്തിൽ സംബന്ധിക്കാൻ സയ്യോനിൽ വരികയും അന്ന് വൈകുന്നേരത്തെ ആരാധന സമയത്ത് ആന്റണി എന്ന വ്യക്തിയുടെ പല ബോധ്യങ്ങളും നൽകുന്നതായിട്ട് അവിടുന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. വ്യാഴാഴ്ചത്തെ ദിവ്യബലി സമയത്ത് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു. നല്ലവനായ ദൈവത്തിന് സ്തോത്രം, നന്ദി. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷമായ മുഴയാണത്? 7 വർഷമായിരുന്നു. 7 വർഷമായിട്ടുള്ള മുഴ. ശരീരത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു? വയറിന്റെ ഭാഗത്ത്. വയറിന്റെ ഇടതുഭാഗത്തായിട്ട് 7 വർഷമായിട്ടുണ്ടായിരുന്ന മുഴ ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനത്തിൽ വെച്ച് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. വലിയ കാര്യങ്ങൾ ചെയ്ത കർത്താവിന് കരമടിച്ച് നമുക്ക് സന്തോഷത്തോടെ നന്ദി പറയാം. ഹല്ലേലൂയ. എൻ്റെ പേര് ജോർജ്. ഞാൻ തിരുവമ്പാടി താമസക്കാരനാണ്. 12 വർഷമായി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ എൻ്റെ നട്ടലിന് ക്ഷതം സംഭവിച്ചു. ഞാൻ ദീർഘമായിട്ട് അലോപ്പതിയിലും ആയുർവേദത്തിലും ചികിത്സ നടത്തി. എങ്കിലും മുട്ട നിൽക്കുമ്പോഴും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇളക്കം നട്ടലിന് സംഭവിക്കുമ്പോഴും ശക്തമായ വേദന എനിക്കുണ്ടായിരുന്നു. ഞാൻ സയ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വട്ടയച്ചൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനം സംബന്ധിച്ചപ്പോൾ എനിക്ക് കർത്താവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി. എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പച്ചന് 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് നട്ടലിന് ക്ഷതം സംഭവിച്ചു. എന്നാൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സേവറച്ച് നടത്തിയ ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനത്തിൽ സംബന്ധിച്ചതിന് ഫലമായി അപ്പച്ചന്റെ നട്ടലിനെ കർത്താവ് പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തി.
അനുഗ്രഹിച്ച കർത്താവിന് കരം പിടിച്ച് നമുക്ക് സന്തോഷത്തോടെ നന്ദി പറയാം. ഹല്ലേലൂയ.